കുറച്ചുകൂടി കാര്യങ്ങൾ മോശമാകുന്ന ഒരു 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 അവസ്ഥ ഇന്നുണ്ട്. നാളെ ക്യാബിനറ്റ് യോഗമാണ്. ആ ക്യാബിനറ്റ് യോഗത്തിലേക്ക് എന്തായാലും CPI മന്ത്രിമാരില്ല. ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകുന്നു, സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ പോകണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവർ പോയി എന്നാണ് നമ്മുടെ ബ്യൂറോയിൽ നിന്ന് നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഇതിൻ്റെ പേരാണ് ഭരണപ്രതിസന്ധി. 4 പ്രധാനപ്പെട്ട മന്ത്രിമാർ, 4, 5, 6, 7 വകുപ്പുകൾ കൈകാര്യം ചെയ്ത 4 പ്രധാനപ്പെട്ട മന്ത്രിമാർ ഇനി സെക്രട്ടേറിയറ്റിലേക്കില്ല. യെസ്, ഭരണപ്രതിസന്ധിയാണ്. ഈ ഭരണപ്രതിസന്ധി എത്ര ദിവസം പോകും, എങ്ങനെ പോകും എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഒരു ഭരണപ്രതിസന്ധി കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. വളരെ സംയമനത്തോടു കൂടി തീർക്കേണ്ട ഒരു പ്രശ്നം, ആ പ്രശ്നത്തിലെ ഒരു ചർച്ച പോലും നടന്നില്ല. കേരളത്തിൽ മുഴുവൻ പലയിടത്തായിട്ട് നെൽകർഷകരുടെ നെല്ല് കൂടിക്കിടക്കുകയാണ്. ആ നെല്ല് മിൽ ഉടമകൾ ഏറ്റെടുക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. കേന്ദ്രം അതിൻ്റെ തൂക്കത്തിൻ്റെ കാര്യത്തിലാണ് തർക്കം പറയുന്നത്. ആ പ്രശ്നം തീർക്കേണ്ടതിന് പകരം ഇന്നത്തെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ യോഗം നടത്താതിരിക്കുക. അത് കഴിഞ്ഞ് നാളെ കൂടാമെന്ന് പറയാം. നാളെ തീരണം. കാരണം CPIയുടെയും CPMൻ്റെയും പരസ്പര തർക്കങ്ങൾ തീരേണ്ടതല്ല കേരളത്തിലെ ജനങ്ങളുടെ വിഷയം.